സൂപ്പറാണോ? എന്താ അത്? ഞണ്ടാണോ? കുഞ്ഞിന് ഇഷ്ടാ? അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഷെഫ് അപ്രൂവ് ചെയ്ത ഒരു ക്രാബ് റോസ്റ്റ് ആട്ടോ ഒന്ന്. നമ്മളിവിടെ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 1000 പുള്ളി ഞണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസാണ്. ഇത് ക്ലീൻ ചെയ്യാനും അത്യാവശ്യം എളുപ്പമാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് വാങ്ങിയപ്പം. എന്തായാലും അജുവാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് കല്ലുപ്പിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ ഇതിൻ്റെ കാലൊക്കെ നമ്മളൊന്ന് ഒടിച്ച് ഇടണത്. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവണ ഫ്ലഷ് നമ്മൾ കഴുകുമ്പോൾ പോവും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷെ എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെച്ചു കുറച്ച് നേരം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരം കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ചെറിയുള്ളി, വലിയ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു പാൻ ചൂടായിട്ട് നമ്മളിതിൽ കടുക് പൊട്ടിക്കുന്നില്ല, നേരെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ചാണ് ഇടുന്നത്. അതൊന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും നമ്മുടെ സബോള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ലേശം ഉപ്പ് ചേർക്കാം കേട്ടോ, ഇതൊന്ന് പെട്ടെന്ന് വഴഞ്ഞ് വരാനായിട്ട്. എന്നിട്ട് അതൊന്ന് സെറ്റായി വരുമ്പം അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സെയിം പാനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാണ്. നമ്മളിവിടെ ഭയങ്കര സ്പൈസി ആക്കണില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഒരു സ്പൈസിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ സബോളയുടെ കൂടെ അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ നാളികേരക്കൊത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഞങ്ങൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം തന്നെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളം വേണം കേട്ടോ ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് എങ്ങനെയാണോ നമ്മുടെ കൺസിസ്റ്റൻസി ആവശ്യം അതിനനുസരിച്ച് ഇതിൽ വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പോരായ്മയുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അത് കഴിയുമ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കറി ഒന്ന് ഗ്രേവി ആയി കഴിയുമ്പം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം, മല്ലിയിലയുടെ ഫ്ലേവർ കറിക്ക് വരാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, പക്ഷേ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിതിൽ ലേശം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇഷ്ടമായോ? എന്താ അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പി പറഞ്ഞ പോലെ കറി എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിൽ പറയണേ.